ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൈകളും. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിരിക്കുമ്പോഴോ മറ്റുള്ളവർ കൂടുന്നൊരു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും മറ്റുള്ളവരെ നോക്കുന്ന ആളുകളായിരിക്കാം. പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യം എടുത്ത് പറയാം. ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ അവരുടെ കൈയും കാലും ഒക്കെ നമ്മൾ ഫേസിൽ മേക്കപ്പ് ചെയ്യുന്ന ആ ഇത് നോക്കുന്ന അതേ ഇത് തന്നെ നമ്മൾ കൈയും ഒക്കെ നോക്കും, ശ്രദ്ധിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കൈ ഇത്രയും ഭംഗിയില്ലല്ലോ. നമ്മുടെ ഫേസ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, മേക്കപ്പ് കൊണ്ടും നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫേസ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. പക്ഷെ കൈ നമ്മൾ അത്ര കണ്ടീഷനായിട്ട് നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇടക്ക് മാനിക്യൂർ ചെയ്ത് നമ്മുടെ കൈയൊക്കെ നീറ്റായി കൊണ്ടു നടന്നാൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ തന്നെ എൻ്റെ ഫേസും എൻ്റെ കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതെനിക്ക് തന്നെ അറിയാം. കണ്ണടയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഡിഫറൻസ് ആണത്. ഒന്നാമത് ഞാൻ സ്കൂട്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആകുമ്പോൾ വെയിൽ കൊണ്ടിട്ട് നല്ലോണം ടാൻ അടിക്കാറുണ്ട് കയ്യിൽ. പിന്നെ പാത്രം കഴുകുമ്പോഴും നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോഴും അതൊക്കെ റഫാവും. കൈയിന്റെ നഖത്തിന്റെ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചിലപ്പോൾ ഒരു ഹാർഡായിട്ടൊക്കെ നിൽക്കും. ആഴ്ചയിൽ ഞാൻ മാനിക്യൂർ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടും ഈ ടാനൊക്കെ ഒന്ന് റിമൂവ് ആയിട്ടും കൈ ചെറുതായിട്ടൊരു കളർ മാറ്റമൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലെ ടാനൊക്കെ മാറി വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ മാറ്റിയെടുത്ത് നല്ല കണ്ടീഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാനിക്യൂറിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇളം ചൂടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ബ്രഷിലേക്ക് അല്പം ഹാൻഡ് വാഷ് ആക്കി കൊടുത്തിട്ട് വന്നു. അപ്പൊ ഈ നനഞ്ഞിരിക്കുന്ന കയ്യിലേക്ക് തന്നെ പപ്പായ നല്ലതുപോലെ വെള്ളം ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കണ്ടീഷൻ ആയിട്ടുണ്ട്. കൈ കാണുമ്പോ തന്നെ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ മുറിയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഹാൻഡ് വാഷാണ്. കൈ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള പപ്പായാണ് കേട്ടോ. നമ്മുടെ കൈ നല്ല കളർ കൊടുക്കാനും നല്ലൊരു മസാജും കൂടിയാണ്. കറ്റാർവാഴയുടെ ജെല്ലാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇളം ചൂടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. ഫേസ് വാഷ് ആണെങ്കിലും ഹാൻഡ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കയ്യിലുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഷാമ്പു അല്ല ഞാൻ എടുത്തിട്ടുള്ളത്, ഹാൻഡ് വാഷ് ആണ്. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി രണ്ട് കൈയും ഇതിലൊന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കൈ മുങ്ങി പോകുന്ന അത്രയും വെള്ളം എടുക്കാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് കൈയിന്റെ ഏതുവരെയാണോ ടാൻ ഉള്ളത് അത്രയും തന്നെ ഈ വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നാരങ്ങന്റെ തൊണ്ട തന്നെയാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളെ കൈ ഒന്ന് നല്ലതുപോലെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിൽ ടാനൊക്കെ പോവാൻ ബെസ്റ്റ് ആണ് കേട്ടോ നാരങ്ങ നീര്. കൈയിന്റെ എവിടെ വരെ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. കാരണം ഈ കൈ മാത്രമല്ലല്ലോ വെയിൽ കൊള്ളുന്നത്. നമ്മൾ എവിടെ വരെയാണോ ഡ്രസ്സ് ഇടുന്നത്, വീട്ടിൽ പുറത്ത് പോകുമ്പോഴായിരിക്കും ചിലരൊക്കെ ഫുള്ളായിട്ട് ഡ്രസ്സ് കവർ ചെയ്ത് ഇടുന്നത്, അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ഒക്കെ ആയിരിക്കും വീട്ടിൽ യൂസ് ചെയ്യുക. അപ്പൊ അത്രയും വെയിൽ കൊണ്ട് ടാന് വീഴാൻ ചാൻസ് ഉണ്ട്. രണ്ട് കൈയും ഒരുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഒക്കെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ അരിയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറുപ്പും ഒക്കെ നാരങ്ങത്തോണ്ട് വെച്ചിട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഈ ഒരു സോഫ്റ്റ് ആയ ബ്രഷാണ് കേട്ടോ. ഞാനിത് സ്ഥിരമായിട്ട് കയ്യിന് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പൊ അതുകൊണ്ടാണ് പല്ലൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ നഖത്തിന്റെ എന്തൊക്കെ ഒന്ന് എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതിലെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കൈ ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന സമയത്ത് നഖമൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഉള്ളിലുള്ള ചളിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ ഈസിയാണ് കേട്ടോ. കയ്യിലുള്ള വിരലിലുള്ള ഈ മടക്കൊക്കെ ഈ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട്, അതിനാണ് സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ടുള്ളത്. രണ്ട് കൈയും ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.
സ്ഥിരമായിട്ട് നൈൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക, എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഇടാവുന്നതാണ്. ഈ ബ്രഷിലേക്ക് അല്പം ഹാൻഡ് വാഷ് ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കൈയും ഒരുപോലെ. ഒരിക്കലും ഹാർഡായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യരുത്. ബ്രഷ് കൊണ്ട് കുറച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ കൈ ഒന്നും കൂടെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കയ്യിലെ ചെളിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. തൈര് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കൈ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. രാത്രി തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ കൈ നല്ല റെസ്റ്റും കിട്ടും, കൈ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പൊ ഈ നനഞ്ഞിരിക്കുന്ന കൈയിലേക്ക് തന്നെ പപ്പായ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. 2 കൈയിലും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. പപ്പായ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചുളിവൊക്കെ ഒന്ന് ഫേസിൽ പപ്പായന്റെ മസാജ് നമ്മൾ ചെയ്യാറുണ്ട്, പാർലറിൽ പോയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നല്ലൊരു എഫക്റ്റ് ഉള്ള സംഭവം തന്നെയാണ് പപ്പായ. 2 കൈയിലും ഒരുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. പപ്പായ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പപ്പായൊക്കെ തേച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ ഇനി നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. നോർമൽ വെള്ളം തന്നെയാണ്, ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഡിഫറൻസ് ഉണ്ട്. കൈയിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കളർ ഉണ്ടായിരുന്നില്ലല്ലോ, നല്ല ഡിഫറൻസ് തന്നെ കാണാനുണ്ട് കേട്ടോ. നാളത്തേക്കാണ് ഒന്നുകൂടെ നമുക്ക് കൈയിൻ്റെ കളർ ഒന്നും കൂടെ ഒന്ന് കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ വെള്ളം ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കറ്റാർ വാഴൻ്റെ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ ഒരിക്കലും ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാർ സോപ്പും ഇതൊക്കെ അലക്കാനും പാത്രം കഴുകാനൊക്കെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ ആ സോഫ്റ്റ് ഒക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നനഞ്ഞ പാടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഡ്രൈ സ്കിന്നുകാർ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നോർമൽ സ്കിന്നിലേക്ക് വരും കേട്ടോ. അങ്ങനെ അവരുടെ കൈയൊക്കെ. കറ്റാർ വാഴൻ്റെ ജെല്ലില്ല എങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. 2 കൈയും ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. കൈ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ലൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആഴ്ചയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന ടാനൊക്കെ മാറിക്കിട്ടും. ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഉള്ള ടാനൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ തന്നെ ഒരേപോലെ തന്നെ ബോഡിയുടെ ടോൺ തന്നെ കയ്യിലും വരും കേട്ടോ. കാരണം കൈ എപ്പോഴും വെയിൽ കൊള്ളുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് കണ്ടീഷനായിട്ട് തന്നെ ഇരിക്കും ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് പാർലറിൽ നിന്ന് ചെയ്താൽ മതിയാവും. പാർലറിൽ നിന്ന് ചെയ്യുന്ന അത്ര തന്നെ ഫിനിഷിങ് ഇല്ലെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ 2 വശവും മുകളിലും താഴെ 2 കളറാണെങ്കിൽ സ്കൂട്ടിയിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പുറത്ത് പോകുന്ന വർക്കിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഗ്ലൗസ് കിട്ടും. നമ്മുടെ കൈ ഹാഫ് കൈ ആണെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ട് നമുക്കത് അയച്ചു മാറ്റി വെക്കുകയും ചെയ്യാം. ആ പോകുന്ന സമയത്ത് വെയിൽ കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂട്ടിയിലൊക്കെ പോകുന്ന ആ റണ്ണിങ്ങിന്റെ ടൈമിൽ
നമുക്ക് ആ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സ്കിൻ ടോണിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നത് കാണാൻ പറ്റും. എല്ലാ ദിവസവും രാത്രിയിൽ കൈയൊന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രീം പുരട്ടിയിട്ട് ഗ്ലൗസ് ഇട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നല്ലതുപോലെ നമുക്ക് കൈയിന് കളറിന് ഡിഫറൻസ് വരും. ഇപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. കൈയിനും കാലും സോക്സ് ഇട്ടിട്ട് കിടക്കാറുണ്ട്. കാലിനായിരുന്നു ഫസ്റ്റ് സോക്സ് ഇടുന്നത്. അത് എൻ്റെ കാലിന് വിള്ളൽ ഉണ്ടായിട്ടാണ് കേട്ടോ. വിള്ളൽ ഉണ്ടായിട്ടായിരുന്നു അത്. ഒരാഴ്ച ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ കാലിന്റെ കളർ ടാനൊക്കെ മാറി നല്ല കണ്ടീഷൻ ആയിട്ട് തന്നെ വന്നപ്പോൾ എനിക്ക് അത് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കയ്യിലും അത് ഉപയോഗിച്ച് തുടങ്ങിയത്. കാരണം എപ്പോഴും പുറത്തുനിന്ന് വെയിൽ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഫുൾ കൈയൊന്നും നല്ല ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഹാഫ് സ്ലീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ടാൻ അടിച്ചിട്ട് നല്ലതുപോലെ തന്നെ കൈയൊക്കെ കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്ലൗസ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് നല്ലതുപോലെ തന്നെ മാറ്റമുണ്ട് എൻ്റെ കയ്യിനൊക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.